ആ വാർത്ത 24 ആദ്യം പ്രേക്ഷകർ അറിയിച്ച സൂപ്പർ ബ്രേക്കിംഗ്. മന്ത്രിസഭ രൂപീകരണത്തിൽ ഇടഞ്ഞ രമേശ് ചെന്നിത്തലയ്ക്ക് ആഭ്യന്തര വകുപ്പും വിജിലൻസും നൽകാമെന്ന് ഉറപ്പു നൽകി നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ. എന്നാൽ ആഭ്യന്തര വകുപ്പിന് പുറമെ 2 നേതാക്കളെ കൂടി മന്ത്രിയാക്കണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് രമേശ് ചെന്നിത്തല. അൻവർ സാദത്ത്, ഐ.സി. ബാലകൃഷ്ണൻ എന്നിവരെ മന്ത്രിയാക്കണമെന്നാണ് ആവശ്യം. അൻവർ സാദത്തിനെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തുന്നതിൽ സാമുദായിക സമവാക്യം പരിഗണിച്ച് തീരുമാനമെടുക്കാമെന്ന് വിഡിയുടെ ഉറപ്പ്. മന്ത്രിസഭ രൂപീകരണത്തിന് അനുനയ നീക്കവുമായി വി ഡി സതീശൻ കെ.സി. വേണുഗോപാലുമായും രമേശ് ചെന്നിത്തലയുമായും കൂടിക്കാഴ്ചകൾ നടത്തി. ഞാൻ എന്നും ഒരു കോൺഗ്രസ്സുകാരൻ തന്നെയല്ലേ, അപ്പോൾ എന്നും കോൺഗ്രസിൻ്റെയോടൊപ്പം അല്ലെ കോൺഗ്രസ് പറയുന്ന കാര്യങ്ങൾ അതേപോലെ ചെയ്യുന്ന ഒരാളാണ്. ഐ ആം ആൾവേസ് എ ട്രൂ കോൺഗ്രസ് മാൻ. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. RC എന്താഗ്രഹിക്കുന്നു അതുണ്ടാവും. രമേശ് ചെന്നിത്തലയെ പോലെ ഏറ്റവും ഉന്നതനായിട്ടുള്ളൊരു കോൺഗ്രസ് നേതാവ് ഞങ്ങളെല്ലാം രസത്തിൽ രാഷ്ട്രീയം കൊണ്ടുവരുന്നതിൽ പങ്കുവച്ച ആളാണിത് ഈ പദവികളിലേക്ക്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് പാർട്ടിയിൽ വിലയുണ്ടാവും, സംശയം വേണ്ട, അതിനകത്തൊരു സംശയം വേണ്ട. ഞങ്ങളെല്ലാം ഒന്നിച്ചിരുന്നിട്ടല്ലേ മുന്നോട്ട് പോകുള്ളൂ. അതിനകത്ത് എല്ലാവരെയും സന്തോഷമാക്കിയിട്ടേ പാർട്ടി ലീഡർഷിപ്പ് തീരുമാനം എടുക്കുകയുള്ളൂ. മേഘന മുരളി RC എത്തുന്നവർ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചെയ്യുന്നുണ്ട്. മേഖലയിലേക്ക് ആദ്യം. മേഘന, കോൺഗ്രസിന്റെ പ്രവർത്തക സമിതിയിലെ ഏറ്റവും മുതിർന്ന നേതാവാണ്. മാത്രമല്ല RC, KC, VD മുഖ്യമന്ത്രി മത്സരത്തിലുണ്ടായിരുന്ന 3 പേരിൽ ഏറ്റവും സീനിയറായുള്ള ആൾ രമേശ് ചെന്നിത്തലയാണ്. രമേശ് ചെന്നിത്തല ഇല്ലാത്തൊരു മന്ത്രിസഭ എങ്കിൽ മന്ത്രിസഭയുടെ ശോഭ കെടുന്ന പശ്ചാത്തലം ഉണ്ടാകും. സ്വാഭാവികമായും RC ആഭ്യന്തരം ആഗ്രഹിച്ചെങ്കിൽ അത് കൊടുക്കുന്നു എന്നുള്ളത് സ്വാഭാവിക നടപടിയുമാകും. മേഘന. ഹാഷ്മി, തീർച്ചയായും മന്ത്രിസഭാ രൂപീകരണം അതുപോലെ തന്നെ ആര് മന്ത്രിയാകുമെന്നുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത് അത് രമേശ് ചെന്നിത്തല ക്യാമ്പിലേക്കും അതുപോലെ തന്നെ രമേശ് ചെന്നിത്തലയുടെ വഴുതക്കാട്ടെ ഈ വീട്ടിലേക്കുമാണ്. അതിൽ ഇപ്പോഴും പൂർണ്ണ സംതൃപ്തനാണ് രമേശ് ചെന്നിത്തല എന്ന് പറയാനാകില്ല. കാരണം ആഭ്യന്തരവും വിജിലൻസും നൽകാമെന്ന് വി ഡി സതീശൻ നേരിട്ടെത്തി ഉറപ്പു നൽകുമ്പോഴും കുറച്ചുകൂടി ഡിമാൻഡുകൾ രമേശ് ചെന്നിത്തല ക്യാമ്പ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതിൽ പ്രധാനപ്പെട്ട കാര്യം തന്റെ കൂടെയുള്ള MLA-മാരെ മന്ത്രിയാക്കണം, അവർ മന്ത്രിസഭയിൽ ഉണ്ടാകണം, എന്നാൽ മാത്രമേ താൻ ക്യാബിനറ്റിലേക്കുള്ളൂ എന്നുള്ളൊരു ഡിമാൻഡാണ് രമേശ് ചെന്നിത്തല മുന്നോട്ട് വയ്ക്കുന്നത്. അത് അംഗീകരിക്കാത്ത പക്ഷം ഈ ആഭ്യന്തര സ്ഥാനം അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പും അത് രമേശ് ചെന്നിത്തല അംഗീകരിക്കുമോ, അല്ലെങ്കിൽ ഇപ്പോൾ നൽകിയിരിക്കുന്ന ഈ ഒരു സ്ഥാനം അത് മന്ത്രിസഭയിലെ സുപ്രധാന വകുപ്പ് അത് സ്വീകരിക്കുമോ എന്നുള്ള കാര്യത്തിലടക്കം ഒരു ആശയക്കുഴപ്പമുണ്ട് എന്നുള്ളതാണ്. ഇപ്പോഴും ആ രമേശ് ചെന്നിത്തല ക്യാമ്പിൽ ചർച്ചകൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ രമേശ് ചെന്നിത്തല പറയുകയും ചെയ്യുന്നത് അൻവർ സാദത്ത് അല്ലെങ്കിൽ I.C. ബാലകൃഷ്ണൻ ഇവരെ ആരെങ്കിലും ഒരാളെ മന്ത്രിസ്ഥാനത്തേക്ക് കൊണ്ടുവരണമെന്നുള്ളതാണ്. അത് വി ഡി സതീശനോടക്കം നേരിട്ട് ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ വി ഡി സതീശൻ ഉറപ്പ് നൽകിയിരിക്കുന്നത് ഇതിലൊരു തീരുമാനം അത് സാമുദായിക സമവാക്യം അടക്കം നോക്കിക്കൊണ്ട് ഇതിലൊരു തീരുമാനം 6 മണിക്കകം തന്നെ അറിയിക്കാം എന്നുള്ളതാണ്. അങ്ങനെ അൻവർ സാദത്തിനെയോ അല്ലെങ്കിൽ I.C. ബാലകൃഷ്ണനെയോ മന്ത്രിസഭയിലേക്ക് അല്ലെങ്കിൽ മന്ത്രിസ്ഥാനം കൊടുക്കാതെ താൻ പിന്നോട്ടില്ല എന്നുള്ളതാണ് രമേശ് ചെന്നിത്തല പറയുകയും ചെയ്യുന്നത്. അല്പസമയം മുന്നെയാണ് കെ.സി. വേണുഗോപാലും രമേശ് ചെന്നിത്തലയും തമ്മിലുള്ള കൂടിക്കാഴ്ച അവസാനിച്ചത്. 15 മിനിറ്റിലധികം ആ കൂടിക്കാഴ്ച നീണ്ടു. അതിലും കെ.സി. വേണുഗോപാലിനോടും ഇതേ ആവശ്യം രമേശ് ചെന്നിത്തല പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. കൂടാതെ അത് കഴിഞ്ഞ് കൂടിക്കാഴ്ച കഴിഞ്ഞ് രമേശ് ചെന്നിത്തലയും കെ.സി. വേണുഗോപാലും പുറത്തേക്ക് ഇറങ്ങുന്നു. ആ സമയത്തും ഐ എം ഓൾവേസ് എ ട്രൂ കോൺഗ്രസ് മാൻ എന്നുള്ളതാണ് രമേശ് ചെന്നിത്തല പറയുന്നത്. അതിനപ്പുറത്തേക്ക് സംതൃപ്തനാണോ അല്ലെങ്കിൽ സന്തോഷവാനാണോ എന്നുള്ള ചോദ്യത്തിന് മാധ്യമങ്ങൾക്ക് മുന്നിൽ മറുപടി പറയാൻ ഇതുവരെ ഈ ദിവസങ്ങൾ കഴിയുമ്പോഴും രമേശ് ചെന്നിത്തല തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. അതുപോലെ കെ.സി. വേണുഗോപാൽ പറയുന്നത് രമേശ് ചെന്നിത്തല ആഗ്രഹിച്ച എല്ലാം നടക്കും അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും സാധിച്ചു കൊടുക്കും, അത് ഹൈക്കമാൻഡിന്റെ ലിസ്റ്റ് വരുമ്പോൾ ആ കാര്യം നിങ്ങൾക്ക് ബോധ്യമാകുമെന്നുള്ള കാര്യമാണ് കെ.സി. വേണുഗോപാൽ പറയുന്നത്. അതുപോലെ തന്നെ അതിൽ തീരുമാനിക്കേണ്ടത് ഹൈക്കമാൻഡ് ആണ്. അതുപോലെ തന്നെ ആ തീരുമാനം ഉടൻ തന്നെ വരും, ഉടൻ തന്നെ നിങ്ങൾക്ക് അറിയാൻ കഴിയുമെന്നുള്ളതാണ്. കൂടാതെ അങ്ങനെ ഒരു ഡിമാൻഡ് വയ്ക്കുന്ന ആളായിട്ടാണോ രമേശ് ചെന്നിത്തലയെ നിങ്ങൾ കരുതിയത് നടക്കമുള്ള ചോദ്യങ്ങളും കെ.സി. വേണുഗോപാൽ ചോദിക്കുന്നുണ്ട്. എന്തായാലും ഒരു രാഷ്ട്രീയ ആകാംക്ഷയുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് അത് I.C. ബാലകൃഷ്ണനെ മന്ത്രിസ്ഥാനത്തേക്ക് കൊണ്ടുവരികയാണെങ്കിൽ വയനാട് നിന്ന് T. സിദ്ദിഖും മന്ത്രിസ്ഥാനത്തിന് വേണ്ടി ചരട് വലിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത് കെ.സി. വേണുഗോപാൽ എങ്ങനെയാണ് അവരെ അനുനയിപ്പിക്കുക എന്നുള്ള കാര്യമാണ് ഒന്നാമത്തെ ചോദ്യമായി വരുന്നത്. അതുപോലെ തന്നെ അൻവർ സാദത്തിനെ മന്ത്രിസഭയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ അത് ലീഗിന്റെ ഒരു മന്ത്രിസ്ഥാനം കുറയുന്ന ഒരു സാഹചര്യം കൂടി വരും. അങ്ങനെ ഈ ലീഗുമായി ഒരു ആശയവിനിമയം നടത്തേണ്ടതുണ്ട്. അങ്ങനെ ലീഗുമായി ഒരു ആശയവിനിമയം നടത്തി ലീഗിന് ഒരു മന്ത്രിസ്ഥാനം കുറയുകയാണെങ്കിൽ അതും രമേശ് ചെന്നിത്തല വയ്ക്കുന്ന ഒരു ചെക്ക് ആകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ലീഗ് അടക്കം ഇടപെട്ടാണ് വി ഡി സതീശനെ മുഖ്യമന്ത്രിയാക്കാനും അതുപോലെ തന്നെ കഴിഞ്ഞ 11 ദിവസങ്ങളായി തന്നെ മുഖ്യമന്ത്രിയാക്കണം. അതുപോലെ തന്നെ താൻ കേരളത്തിലെ തന്നെ സീനിയർ ആയിട്ടുള്ള നേതാവാണ്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തും അതുപോലെ തന്നെ കെ കരുണാകരന്റെ മന്ത്രിസഭയിലും ഒക്കെ മന്ത്രിയായിരുന്ന പ്രതിപക്ഷ നേതാവായിരുന്ന തന്നെ മുഖ്യമന്ത്രിയാക്കണമെന്നുള്ളൊരു ആവശ്യം അത് ഹൈക്കമാൻഡ് അംഗീകരിച്ചില്ല. അതിൽ ലീഗിന്റെ ഒരു ഇടപെടൽ കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ അൻവർ സാദത്തിനെ മന്ത്രിയാക്കിക്കൊണ്ട് ലീഗിൽ നിന്ന് ഒരു സീറ്റ് കുറയ്ക്കാനാണോ രമേശ് ചെന്നിത്തല ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് കാത്തിരിക്കേണ്ടത്. നമുക്ക് കാത്തിരുന്ന് കാണണം. 5 മന്ത്രിമാരിൽ ഒരു മന്ത്രി പോലും വിട്ടുവീഴ്ചയ്ക്ക് ലീഗ് തയ്യാറല്ല എന്നാണ് അറിയാനും കഴിയും. നമുക്കത് നോക്കാം.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.